നന്മയുടെ ഒരു ശേഖരം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ആരും അറിയാത്ത നന്മകൾ മഹത്തുക്കൾ പറയുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആരും അറിയാത്ത കുറെ തിന്മകൾ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണ്, മനുഷ്യനാണ്. അങ്ങനെ രഹസ്യമായ, അതീവ രഹസ്യമായ തിന്മകൾ എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ ഉണ്ടാകുന്നത് പോലെ തിന്മയിൽ ഉള്ള ഈ ഒരു സ്വഭാവം നന്മയുടെ കാര്യത്തിലും ഉണ്ടാകണമെന്നാണ്. അഥവാ ചില മഹത്തുക്കൾ പറയുന്നത് പോലെ നാം ഒരു സ്ഥലത്ത് വെച്ച് ഒരു തിന്മ ചെയ്താൽ ആ സ്ഥലം നമ്മുടെ ആ തിന്മയ്ക്ക് സാക്ഷിയാകും. അതുകൊണ്ട് അതേ സ്ഥലത്ത് വെച്ച് തന്നെ ഒരു നന്മയും കൂടെ ചെയ്യുക. ഒരു സ്ഥലം നമ്മുടെ തിന്മയ്ക്ക് മാത്രം സാക്ഷിയാകാതിരിക്കട്ടെ, അതേ സ്ഥലം നമ്മുടെ ഒരു നന്മയ്ക്കും സാക്ഷിയാകട്ടെ. ഇങ്ങനെ അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അത്ബിഇ സയ്യിഅത്തൽ ഹസനത തംഹുഹ. നീ ഒരു തിന്മ ചെയ്താൽ ഒരു നന്മയും കൂടെ ചെയ്തിട്ട് ആദ്യം ചെയ്ത തിന്മയെ നീ മായ്ച്ചു കളയണം എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ തിന്മയിൽ ഉണ്ടാകുന്ന വിവിധ സ്വഭാവങ്ങളെല്ലാം നന്മയിലും കൂടി കലർത്തിക്കൊണ്ടേയിരിക്കണം എന്നുള്ള ഒരു പാഠം പല മാർഗേണ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തരുന്നുണ്ട്. ആ തരത്തിൽ നമ്മില് ആരും അറിയാത്ത തിന്മകൾ നിലനിൽക്കുന്നത് പോലെ അതേപോലുള്ള നന്മകളും ഉണ്ടാകട്ടെ. ആരും അറിയാത്ത നന്മയുടെ ഒരു ശേഖരവും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് ഈ ഹദീസുകളും സംഭവങ്ങളും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനായ അലി റളിയല്ലാഹുവിന്റെ മകൻ ഹുസൈൻ റളിയല്ലാഹുവിന് അലി എന്ന പേരുള്ള ഒരു മകനുണ്ടായിരുന്നു. അദ്ദേഹം രാത്രി സമയങ്ങളിൽ പരിസരത്തുള്ള വീടുകളിൽ ചെന്ന് ഓരോ വീടിൻ്റെയും ആവശ്യത്തിനുള്ള വസ്തുക്കൾ രഹസ്യമായി വെച്ചു പോകുമായിരുന്നു. ഈ ഒരു രീതി ദീർഘകാലം തുടർന്നു. അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ ജനാസ കുളിപ്പിച്ചവർ സ്ഥിരമായി ഭാരം വഹിച്ച് നടന്നതിന്റെ ലക്ഷണം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അടയാളമായി കണ്ടു. ഈ സാധുക്കളായ മനുഷ്യർക്ക് കിട്ടിയിരുന്ന സഹായങ്ങൾ നിലച്ചു പോവുകയും ചെയ്തു. അപ്പോഴാണ് ജനങ്ങൾ അറിഞ്ഞത് ഈ നാട്ടിലെ സാധുക്കളുടെ വീടുകളിൽ രഹസ്യമായി വന്നെത്തിയതും അവർക്ക് ആവശ്യമുള്ള ആഹാര പദാർത്ഥങ്ങളൊക്കെ വെച്ചിട്ട് മടങ്ങിപ്പോയതുമെല്ലാം ഈ മഹാനായ മനുഷ്യനായിരുന്നു എന്ന്. രഹസ്യമായി ചെയ്തു കൂട്ടിയ നന്മയുടെ വലിയൊരു ശേഖരവുമായിട്ട് ആ മഹാനായ മനുഷ്യൻ യാത്രയായി. പക്ഷെ ആ മനുഷ്യന്റെ ഈ ഒരു നന്മ ജനം അറിഞ്ഞത് അദ്ദേഹത്തിന്റെ മരണാനന്തരമാണ്. നന്മകൾ അതീവ രഹസ്യമായി ചെയ്യുന്നതിൽ വലിയ ശ്രദ്ധ പാലിച്ചിരുന്നു നമ്മുടെ പൂർവികരായ മഹത്തുക്കൾ. ദാവൂദ് ബിൻ അബി ഹിന്ദ് എന്ന ഒരു വ്യക്തിയുടെ ചരിത്രത്തിൽ നമുക്കിങ്ങനെ കാണാം. വർഷങ്ങൾ അദ്ദേഹം നോമ്പനുഷ്ഠിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ പോലും അത് അറിഞ്ഞിരുന്നില്ല. എല്ലാ ദിവസവും രാവിലെ ഷോപ്പിലേക്ക് പോകും. ഭാര്യ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ആഹാരം തയ്യാറാക്കി കൊടുക്കും. ആ ആഹാരം ഏതെങ്കിലും സാധുക്കൾക്ക് അദ്ദേഹം നൽകും. രാത്രി സാധാരണ പോലെ വീട്ടിലെത്തും. എല്ലാവരോടും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കും. ഈ മനുഷ്യൻ വർഷങ്ങൾ ഈ ഒരു അമല് നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്നിട്ടും വീട്ടുകാരെന്നല്ല സ്വന്തം ഭാര്യ പോലും ആ സംഭവം അറിഞ്ഞിരുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ തരത്തിൽ അതീവ രഹസ്യമായി നന്മകൾ ചെയ്യുന്ന ഒരു സ്വഭാവം ധാരാളമായി നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളെ റബ്ബിന്റെ അടുക്കല് പ്രത്യേകമായ ആദരവ് നൽകപ്പെടുന്ന 7 പേരെ സംബന്ധിച്ച് പറയുന്നുണ്ട്. സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു. വളരെ ആദരണീയരായ 7 പേരാണവർ. മറ്റാർക്കും കിട്ടാത്ത മഹത്വത്തിന്റെ ഉടമകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ ചിലരെ പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ്:
റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ, ആരും കാണാത്തൊരിടത്തിരുന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർത്ത ഒരു മനുഷ്യൻ. ഫഫാദത് ഐനാഹു, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അതീവ രഹസ്യമായ ഈ ഓർമ്മയിൽ ആ മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞൊഴുകി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അള്ളാഹുവുമായുള്ള ഒരു രഹസ്യ ബന്ധം അത് സ്ഥാപിച്ച മനുഷ്യനാണ് ഇദ്ദേഹം. മറ്റൊരാളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റജുലുൻ തസദ്ദഖ ബിസദഖതി, ഒരു സദഖ ചെയ്തു ആ മനുഷ്യൻ. ഫഅഖ്ഫാഹ, ആ സദഖ സ്വന്തം ശരീരം പോലും അറിയണ്ട എന്നാണ് ആ മനുഷ്യൻ വിചാരിച്ചത്. ഞാൻ എന്റെ വലത് കൈ കൊണ്ട് കൊടുക്കുന്ന സദഖ എന്റെ ഭാര്യ മക്കളോ നാട്ടുകാരോ അറിയണ്ടെന്നല്ല, എന്റെ വലത് കൈ പോലും അറിയണ്ട, അതീവ രഹസ്യമായിക്കൊള്ളട്ടെ എന്ന വിചാരത്തിൽ സദഖ ചെയ്തവൻ എന്ന് പറഞ്ഞാൽ നന്മയുടെ രഹസ്യമായ കുറെ ശേഖരങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ഈ സ്വഭാവക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ മഹത്വമുള്ള സമൂഹത്തെ പരിചയപ്പെടുത്തിയിടത്തും ഈ സ്വഭാവക്കാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരും അറിയാതെ നന്മകൾ ചെയ്യാൻ ശ്രമിക്കുന്ന മനുഷ്യർ. നന്മയുടെ ഒരു ശേഖരം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ആരും അറിയാത്ത നന്മകൾ മഹത്തുക്കൾ പറയുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തില് ആരും അറിയാത്ത കുറെ തിന്മകൾ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണ്, മനുഷ്യനാണ്. ആരും അറിഞ്ഞിട്ടില്ല ഇതുവരെ, ആരോടും നാം പറയുകയില്ല. അങ്ങനെ രഹസ്യമായ അതീവ രഹസ്യമായ തിന്മകൾ എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ ഉണ്ടാകുന്നത് പോലെ തിന്മയിൽ ഉള്ള ഈ ഒരു സ്വഭാവം നന്മയുടെ കാര്യത്തിലും ഉണ്ടാകണമെന്നാണ്. അഥവാ ചില മഹത്തുക്കൾ പറയുന്നത് പോലെ നാം ഒരു സ്ഥലത്ത് വെച്ച് ഒരു തിന്മ ചെയ്താൽ ആ സ്ഥലം നമ്മുടെ ആ തിന്മയ്ക്ക് സാക്ഷിയാകും. അതുകൊണ്ട് അതേ സ്ഥലത്ത് വെച്ച് തന്നെ ഒരു നന്മയും കൂടെ ചെയ്യുക. ഒരു സ്ഥലം നമ്മുടെ തിന്മയ്ക്ക് മാത്രം സാക്ഷിയാകാതിരിക്കട്ടെ, അതേ സ്ഥലം നമ്മുടെ ഒരു നന്മയ്ക്കും സാക്ഷിയാകട്ടെ. ഇങ്ങനെ അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അത്ബിഇ സയ്യിഅത്തൽ ഹസനത തംഹുഹ, നീ ഒരു തിന്മ ചെയ്താൽ ഒരു നന്മയും കൂടെ ചെയ്തിട്ട് ആദ്യം ചെയ്ത തിന്മയെ നീ മായ്ച്ചു കളയണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ തിന്മയിൽ ഉണ്ടാകുന്ന വിവിധ സ്വഭാവങ്ങളെല്ലാം നന്മയിലും കൂടി കലർത്തിക്കൊണ്ടേയിരിക്കണം എന്നുള്ള ഒരു പാഠം പല മാർഗേണ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തരുന്നുണ്ട്. ആ തരത്തിൽ നമ്മില് ആരും അറിയാത്ത തിന്മകൾ നിലനിൽക്കുന്നത് പോലെ അതേപോലുള്ള നന്മകളും ഉണ്ടാകട്ടെ. ആരും അറിയാത്ത നന്മയുടെ ഒരു ശേഖരവും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് ഈ ഹദീസുകളും സംഭവങ്ങളുമൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഇസ്തതാഅ മിൻകും അൻ യകൂന ലഹു ഖബ്ഉൻ മിൻ അമലിൻ സാലിഹിൻ ഫൽയഫൽ. മൻ ഇസ്തതാഅ മിൻകും, നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അൻ യകൂന ലഹും ഖബ്ഉൻ, അതീവ രഹസ്യമായ ഒരു കാര്യമുണ്ടാകാൻ, മിനൽ അമലി സാലിഹ്, സൽക്കർമ്മത്തിൽ ആരും അറിയാത്തൊരു ശേഖരം, അല്ലെങ്കിൽ സൽക്കർമ്മത്തിന്റെ ആരും അറിയാത്ത കുറെ ഇനങ്ങള് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെങ്കിൽ ഫൽയഫ്അൽ, അത് നിങ്ങൾ ചെയ്യണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇജ്അലൂ ലക്കും ഖബീഅതൻ മിനൽ അമലി സാലിഹ്, നിങ്ങൾ രഹസ്യമായ നന്മകൾ സൂക്ഷിക്കണം. ആരും അറിയാത്ത നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കമാ അന്ന ലക്കും ഖബീഅതൻ മിനൽ അമലിൽ അസ്സയ്യി, മോശമായ തിന്മകളുടെ ഒരു സംഘം അല്ലെങ്കിൽ ഒരു കൂട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, മോശമായ കർമ്മങ്ങളുടെ ഒരു കൂട്ടം. അതുപോലെ തന്നെ നന്മയുടെ ഒരു കൂട്ടവും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ, അതിനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തണമെന്ന് സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ ഈ വചനങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്, അതീവ രഹസ്യമായി സൂക്ഷിക്കപ്പെട്ട നന്മകൾ ഉണ്ടാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞു, നിങ്ങൾ ഫർളല്ലാത്ത നമസ്കാരങ്ങൾ വീട്ടിൽ നമസ്കരിക്കൂ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശവും ഇത് തന്നെയാണെന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ആരും അറിയണ്ട നമ്മളുടെ നമസ്കാരത്തിന്റെ എണ്ണവും അളവുമല്ല, അത് നമ്മുടെ എല്ലാം സൃഷ്ടാവുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ ആഴമാണത്.
ആ ആഴം എത്രത്തോളം ഉണ്ടാകുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ നന്മകൾ രഹസ്യമാക്കിക്കൊണ്ടേയിരിക്കാൻ നമുക്ക് കഴിയും. ഈ പറയുന്നതിന്റെ ഉദ്ദേശം ഇനി മുതൽ നമസ്കാരം, സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ ഇവിടെ നിന്ന് ഒഴിവാക്കി വീട്ടിൽ പോയി നമസ്കരിക്കാമെന്ന ഭാവത്തിൽ പോവുകയും രണ്ടിടത്തും ഇല്ലാത്ത കോലത്തിലാക്കണമെന്നുമല്ല. നേരെ വീട്ടിലേക്കല്ല പോകുന്നതെങ്കിൽ അത് മസ്ജിദിൽ തന്നെ നിർവഹിക്കുക. വീട്ടിൽ ചെന്ന് നമസ്കരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, ദുഹാ നമസ്കാരം, തഹജ്ജുദ് നമസ്കാരം പോലുള്ള ഫർളല്ലാത്ത ജമാഅത്തായിട്ടല്ലാതെ നിർവഹിക്കപ്പെടേണ്ടുന്ന നമസ്കാരങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ചാക്കൂ. അതിന്റെ മഹത്വം കൂടുതൽ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാം. സല്ലു അയ്യുഹന്നാസു ഫീ ബുയൂതികും, ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നമസ്കരിക്കൂ. ഫർളല്ലാത്ത ജമാഅത്തായിട്ടല്ലാതെ നിർവഹിക്കേണ്ടുന്ന നമസ്കാരങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ നിർവഹിക്കൂ. ഫഇന്ന അഫ്ളല സ്വലാത്തിൽ മർഇ ഫീ ബൈതിഹി ഇല്ല സ്വലാത്തുൽ മക്തൂബ, ഒരു മനുഷ്യൻ നിർവഹിക്കുന്ന നമസ്കാരത്തിൽ പുണ്യം ഏറ്റവും കൂടുതൽ വീട്ടിൽ നമസ്കരിക്കുന്ന നമസ്കാരമാണ് ഇല്ല സ്വലാത്തുൽ മക്തൂബ, ഫർള് നമസ്കാരം ഒഴികെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞായി നമുക്ക് കാണാം. നന്മകൾ, രഹസ്യമായ നന്മകൾ സമൂഹത്തിൽ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഈ സമൂഹത്തിൽ ഐശ്വര്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമെന്ന് മഹത്തുക്കൾ എഴുതുന്നുണ്ട്. സമൂഹത്തിന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായത്തിന്റെ മാർഗങ്ങൾ, വഴികൾ തുറക്കപ്പെടുന്നതിന്റെ കാരണമാണ് രഹസ്യമായ നന്മകൾ സമൂഹത്തിൽ വർദ്ധിക്കുന്നത്. രഹസ്യമായി തിന്മകൾ വർദ്ധിക്കുകയും ആ രഹസ്യമായ തിന്മകൾ കാലക്രമേണ കുറേശ്ശെയായി പരസ്യമായി മാറുകയും ചെയ്യുമ്പോൾ സമൂഹത്തിൽ പലതരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകും. ഈ ദുരന്തങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങളും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷയും പരീക്ഷണവും എല്ലാം ഉണ്ടാകുന്നത് തിന്മകൾ പരസ്യമായി മാറുമ്പോഴാണ്. തിന്മകൾ പരസ്യമാകുന്നത് രഹസ്യമായ തിന്മയുടെ അളവ് വർദ്ധിക്കുമ്പോഴാണ്. അതുകൊണ്ട് പരസ്യമായ തിന്മകൾ അവസാനിക്കുകയും അത് രഹസ്യമായ സന്ദർഭങ്ങൾ പോലും ഇല്ലാതാവുകയും രഹസ്യ ജീവിതത്തിൽ നന്മകൾ കൂടുതലായി ചെയ്യുന്ന രീതികൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ സമൂഹത്തിൽ അനുഗ്രഹങ്ങൾ, റബ്ബിന്റെ ഭാഗത്തുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാകും, റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആരും അറിയാത്തൊരു കൂട്ടം നന്മകൾ ഉണ്ടാകണം. ചില മനുഷ്യരുണ്ട് ആരും അറിയാതെ ദിനേന സദഖ ചെയ്യുന്ന ആൾക്കാർ. എന്തെങ്കിലും ഒരു തുക ഒരു ദിവസം ആർക്കെങ്കിലും സദഖ ചെയ്യണമെന്ന് തീരുമാനിച്ച മനുഷ്യരുണ്ട്. നമ്മൾ ആരും അവരെ കാണുന്നോ അറിയുന്നോ ഇല്ല അവരുടെ പ്രവർത്തനങ്ങൾ. പക്ഷെ അതവര് മുടങ്ങാതെ, അവരും അള്ളാഹുവുമായുള്ള ഒരു ബന്ധത്തിന്റെ പൂർണ്ണത എന്ന നിലയ്ക്ക് ആ ബന്ധം എത്രത്തോളം ആഴത്തിലേക്ക് പോകുന്നോ അതനുസരിച്ച് ഈ നന്മകളുടെ രഹസ്യ സ്വഭാവം കൂടുതൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വേറെ ചില ആൾക്കാരുണ്ട് രാത്രികാലങ്ങളിൽ ദീർഘമായി നമസ്കരിക്കുന്നവർ. ചില മഹത്തുക്കളുടെ ചരിത്രം രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. സ്വന്തം വീട്ടിൽ അതീവ രഹസ്യമായി ദീർഘമായ നമസ്കാരം വീട്ടുകാര് പോലും അറിയാതെ വർഷങ്ങൾ നിർവഹിച്ചിരുന്ന മഹത്തുക്കളുടെ സംഭവങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. 10-20 വർഷക്കാലം രാത്രികാലങ്ങളിൽ ദീർഘമായി നമസ്കരിച്ചിരുന്നവർ വീട്ടിലൊരാള് പോലും അറിയാതെ എഴുന്നേറ്റ് നിന്ന് ഒരനക്കം പോലും ആരെയും കൽപ്പിക്കാതെ എഴുന്നേറ്റ് റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് അള്ളാഹുവുമായുള്ള രഹസ്യ ബന്ധത്തിന് കൂടുതൽ ആഴവും പരപ്പും ഉണ്ടാക്കിയെടുത്തിരുന്ന ആൾക്കാർ. അങ്ങനെയും ചില മനുഷ്യരുണ്ട്. ചിലരുണ്ട് കൃത്യമായി ഖുർആന്റെ ഒരളവ് ഏത് തടസ്സങ്ങളുണ്ടെങ്കിലും നഷ്ടപ്പെടാതെ പാലിച്ചുകൊണ്ടേയിരിക്കുന്ന മനുഷ്യരുണ്ട്. അല്ലെങ്കിൽ കൃത്യമായ തസ്ബീഹകൾ, ദിക്റുകൾ മുടങ്ങാതെ ഒരളവിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നവർ. ഏതെങ്കിലും ഒരു മാർഗത്തിൽ അള്ളാഹു നമ്മളോട് അനുഷ്ഠിക്കാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു നന്മ മുടങ്ങാതെ ആരും അറിയാതെ അതീവ രഹസ്യമായി ചെയ്തുകൊണ്ട് അള്ളാഹുവുമായുള്ള നല്ല ബന്ധം സ്ഥാപിച്ചുകൊണ്ടേയിരിക്കുന്ന മനുഷ്യരുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഒരു രഹസ്യ ശേഖരം ഉണ്ടാവണം. നമ്മളൊക്കെ സാമ്പത്തികമായ കാര്യത്തിനും ചെയ്യാറുള്ളതാണ്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ച് ഒരു തുക മാറ്റി വെച്ചേക്കും.
അല്ലെങ്കിൽ വൈഫിന്റെ കയ്യിലൊരു തുക ഏൽപ്പിച്ചേക്കും, എന്തെങ്കിലും ഒരാവശ്യം വീട്ടിൽ വന്നാൽ നടക്കാൻ വേണ്ടിയിട്ട്. ഈ നിലയിൽ നമ്മുടെ ലൗകികമായ കാര്യങ്ങളിലൊക്കെ കൃത്യമായൊരു കണക്കുകൂട്ടലുണ്ട്. ഒരു വഴിയിലും നഷ്ടപ്പെടാത്ത രീതിയിൽ സുരക്ഷിതമായ ഒരു ശേഖരം നമ്മുടെ കയ്യിലുണ്ടാകും എന്ന് പറഞ്ഞതുപോലെ സൽക്കർമ്മങ്ങൾ അത് നാട്ടുകാർ കാണുമ്പോൾ അതൊക്കെ മൂല്യശോഷണം സംഭവിക്കാൻ സാധ്യതയുണ്ട്, അതിന്റെയൊക്കെ പ്രതിഫലം കുറയാൻ സാധ്യതയുണ്ട്. എന്നാൽ ആരും അറിയാതെ സൂക്ഷിച്ചു വെച്ച കുറെ നന്മകൾ എന്ന് പറയുമ്പോൾ അതൊരിക്കലും മൂല്യശോഷണം വരാതെ അതിൻ്റെതായ വ്യക്തതയിൽ അല്ലെങ്കിൽ അതിൻ്റെതായ സൗന്ദര്യത്തിൽ അത് നിലനിൽക്കുകയും ചെയ്യും. ആ നിലയിലുള്ള നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ല പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ നന്മകൾ ഒളിപ്പിച്ചു വെക്കുക, ആരെയും കാണിക്കണ്ട. തിന്മകളെ എങ്ങനെ ഒളിപ്പിച്ചു വെക്കുന്നു? ആരെയും കാണിക്കാതെ നിങ്ങൾ തെറ്റായ കാര്യം ചെയ്യുന്നില്ലേ? തെറ്റായ കാര്യം ചെയ്യുമ്പോൾ ആരും അറിയാതിരിക്കാനുള്ള സൂക്ഷ്മത, ശ്രദ്ധ കൊടുക്കുന്നത് പോലെ തന്നെ നല്ല കാര്യങ്ങളെയും അതേ ശ്രദ്ധയിൽ നിങ്ങൾ നിർവഹിക്കുക എന്ന് മഹത്തുക്കൾ പറയുകയാണ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു മനുഷ്യൻ മസ്ജിദിൽ നിന്ന് നമസ്കരിക്കുന്നത് കണ്ടു. അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. അള്ളാഹുമായുള്ള നല്ല ബന്ധത്തിലാണ് അദ്ദേഹം നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടപ്പോ, നമസ്കാരം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനെ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ നമസ്കാരം ഇത്രയേറെ അള്ളാഹുമായുള്ള ബന്ധം സ്ഥാപിച്ച് കണ്ണ് നിറഞ്ഞൊഴുകുന്ന തരത്തിലുള്ള ഈ നമസ്കാരം മസ്ജിദിലല്ല വീട്ടിൽ വെച്ചായിരുന്നെങ്കിൽ അതിന് എത്രത്തോളം സൗന്ദര്യം വർദ്ധിക്കുമായിരുന്നു, അത് എത്രത്തോളം പ്രതിഫലാർഹമായി മാറുമായിരുന്നു എന്ന് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ആ വ്യക്തിയെ ഓർമ്മപ്പെടുത്തുക. അയ്യൂബ് സഖ്തിയാനി റഹിമഹുല്ല വലിയൊരു മഹാനാണ്. അദ്ദേഹം ചില സമയത്ത് ദീനിന്റെ കാര്യങ്ങൾ പറയുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, അള്ളാഹുവിനെയും റസൂലിനെയൊക്കെ കുറിച്ച് പറയുമ്പോൾ തൊണ്ട ഇടറും, അദ്ദേഹത്തിന് വാക്കുകൾ മുറിഞ്ഞു പോകും. ആ സന്ദർഭത്തിൽ അദ്ദേഹം അപ്പോൾ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി ഒന്നോ രണ്ടോ പ്രാവശ്യം ചുമച്ച് ഒന്ന് തുപ്പിയിട്ട് തിരിച്ചു വരും. വലിയ ജലദോഷമാണെന്ന് പറഞ്ഞ് മടങ്ങി വരുമായിരുന്നു. എന്ന് വെച്ചാൽ അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ തൊണ്ട ഇടറുന്നതിന്റെ കാരണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടമാണ് അള്ളാഹിന്റെ നബിയെ കുറിച്ച് പറയുമ്പോൾ ആ മനുഷ്യന്റെ തൊണ്ട ഇടറുന്നതിന്റെ കാരണം. എന്നാൽ ഈ ഒരു നന്മ എന്നിലുള്ള കാര്യം ആരും അറിയണ്ട എന്ന ഭാവത്തിൽ അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി ഒന്ന് ചുമച്ച് തുപ്പിയിട്ട് ജലദോഷമുണ്ട് എന്ന് പറഞ്ഞ് മടങ്ങി വരുമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ സംഭവത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല എഴുതുകയാണ്, രഹസ്യ പാപങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ താളം തെറ്റുന്നതിന്റെ കാരണമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നമുക്കുള്ള അംഗീകാരം നഷ്ടപ്പെട്ടു പോവുകയും ജീവിതത്തിന്റെ സ്വാഭാവികമായ താളങ്ങൾ തെറ്റിപ്പോകുന്നതിന്റെയും കാരണമാണ് രഹസ്യമായ പാപങ്ങൾ. എങ്കിൽ രഹസ്യമായ നന്മകൾ ദീനുൽ ഇസ്ലാമിൽ നമ്മെ കൂടുതൽ കൂടുതൽ ഉറപ്പിച്ചു നിർത്തുന്ന കാര്യങ്ങളുമാണ് എന്ന് അദ്ദേഹം പറയും. അപ്പൊ പാപങ്ങൾ രഹസ്യമായി ചെയ്യുമ്പോൾ നാം അറിയാതെ അള്ളാഹുവിൽ നിന്നും അകന്നു പോകും, ദീനിൽ നിന്ന് നാം അകന്നു പോകും. അതേപോലെ നന്മകൾ രഹസ്യമായി ചെയ്യുമ്പോൾ നാം കൂടുതൽ കൂടുതൽ ദീനിൽ ഉറച്ചു നിൽക്കുമെന്നാണ് ഒരു മഹാൻ പറയുന്നത്. രഹസ്യമായ നന്മകൾ എന്ന് പറഞ്ഞാൽ അത് നാം ഉപയോഗിക്കുന്ന ആണി പോലെയാണ്. ഒരു ആണി എത്രത്തോളം ഉള്ളിലേക്ക് ഇറങ്ങുന്നോ അതിനനുസരിച്ച് അത് ബലപ്പെടും. ആ ആണിയുടെ ഉപയോഗം അവിടെ നടക്കും. ഏറ്റവും കുറച്ചു മാത്രമേ അതിന്റെ മുകളിലേക്ക് ഉണ്ടാവുള്ളൂ. പുറത്ത് കാണുന്നത് ഒരു പൊട്ടു മാത്രമാണ്. അതിന്റെ മഹാഭൂരിപക്ഷം സ്ഥലവും ആരും കാണാത്ത ആഴങ്ങളിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ഇതുപോലെയാണ് നമ്മുടെ രഹസ്യമായ നന്മകൾ. നമ്മുടെ കർമ്മങ്ങൾ അങ്ങനെയാണ് ആകേണ്ടത്. അതിന്റെ പുറത്ത് കാണേണ്ടത് ഒരു ചെറിയ പൊട്ടു മാത്രം പുറത്ത് കണ്ടാൽ മതി. ആൾക്കാർ കാണുന്നിടത്ത് ചെയ്യേണ്ട നന്മകൾ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ രഹസ്യങ്ങളിലായിരിക്കണം. ആണിയുടെ മഹാഭൂരിപക്ഷവും ഉള്ളിലേക്ക് ആഴ്ന്നാഴ്ന്ന് ഇറങ്ങിപ്പോയതുപോലെ നമ്മുടെയൊക്കെ നന്മകളുടെ മഹാഭൂരിപക്ഷവും ആരും അറിയാത്ത രഹസ്യങ്ങളിലാകാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം എഴുതുകയാണ്. ഇങ്ങനെ സമാനമായ ധാരാളം വചനങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ കഴിയും.
ഒരിക്കൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല രഹസ്യങ്ങളും പറഞ്ഞു കൊടുത്ത ഒരു സഹാബിയാണ്. മുനാഫിഖുകൾ ആരൊക്കെയാണ് എന്ന് അറിയാൻ കഴിഞ്ഞിരുന്ന ഒരു സഹാബിയാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് ഒരാൾ വന്ന് ചോദിക്കാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പേര് മുനാഫിഖുകളുടെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് രഹസ്യമായ സന്ദർഭത്തിൽ നമസ്കരിക്കാൻ കഴിയുന്നുണ്ടോ? ആരും കാണാത്തപ്പോൾ നിങ്ങൾക്ക് നമസ്കരിക്കാൻ കഴിയുന്നുണ്ടോ? ആരും അറിയാത്ത പാപങ്ങൾക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടെങ്കിൽ മുനാഫിഖുകൾക്ക് അഥവാ കപട വിശ്വാസികൾക്ക് സാധിക്കാത്ത കാര്യമാണിത്. ശരിയായ വിശ്വാസികൾക്ക് ഇത് സാധിക്കൂ. ആരും കാണാത്ത രഹസ്യങ്ങളിൽ നമസ്കരിക്കാനും ആരും അറിയാത്ത പാപങ്ങൾക്ക് റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാനും കഴിയുന്നത് യഥാർത്ഥ മുഅ്മിന് മാത്രമാണ്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു മുഅ്മിനാണ്, നിങ്ങൾ കപടവിശ്വാസത്തിന്റെ പേരിൽ ആശങ്കപ്പെടണ്ട എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ നന്മകള് രഹസ്യമാകുന്നത് അള്ളാഹുവുമായുള്ള ബന്ധം കൂടുതൽ കൂടുതൽ അടുക്കുന്നതിന്റെ ലക്ഷണമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി ഫീ ജൗഫിൽ ലൈലിൽ ആഖിർ. ഒരു മനുഷ്യൻ അള്ളാഹുവുമായി ഏറ്റവും അടുക്കുന്നത് രാത്രിയുടെ അവസാന സമയത്താണ്. ആ അവസാന സമയം എല്ലാവരും ഗാഠമായ നിദ്രയിലാകുന്ന സമയം. രാത്രിയിൽ തന്നെ തൊഴിലെടുക്കുന്നവർ അതിന്റെ അവസാന സമയമാകുമ്പോൾ ഉറക്കത്തിലേക്ക് പോകും. രാത്രിയിൽ തന്നെ വിനോദത്തിൽ ഏർപ്പെടുന്നവരും അവസാന സമയമാകുമ്പോൾ ഉറക്കത്തിലേക്ക് പോകും. എല്ലാവരും അവരുടെ തൊഴിലുകളും വിനോദങ്ങളും എല്ലാം അവസാനിപ്പിച്ച് ഉറക്കത്തിലേക്ക് പോകുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കുന്നവർ അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബി. ഒരു മനുഷ്യൻ അല്ലാഹുവുമായി ഏറ്റവും അടുക്കുന്നത് മറ്റുള്ളവരെല്ലാം ഉറങ്ങുന്ന സമയത്ത് ഇയാൾ മാത്രം എഴുന്നേറ്റ് നിൽക്കുന്നു. അള്ളാഹുവുമായുള്ള ഹൃദയബന്ധത്തിന്റെ തെളിവ് ഇതിനേക്കാൾ വലുത് വേറെന്താണ് വേണ്ടത്? ഈ മനുഷ്യൻ ഈ സമയത്ത് ചെയ്യുന്ന ഓരോ അമലുകളിലൂടെ അള്ളാഹുവിലേക്ക് അവൻ കൂടുതൽ അടുക്കുകയാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലഅൻ ഉസല്ലിയ റകഅതൻ ബില്ലൈലി. രാത്രിയിൽ ആരും കാണാത്തപ്പോ ഒരു റകഅത്ത് നമസ്കരിക്കാൻ കഴിയുന്നത് അഹബ്ബു ഇലയ്യ മിൻ അൻ ഉസല്ലിയ അശറൻ ബിന്നഹാർ. പകലില് ഒരു 10 റകഅത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം രാത്രിയിൽ ആരും അറിയാതെ അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കാൻ കഴിയുന്ന ആ രഹസ്യ സ്വഭാവത്തിലുള്ള അമലാണ്. പരസ്യമായി മറ്റുള്ളവർ കാണുകയല്ല, പക്ഷെ കാണാനുള്ള സാധ്യത ഉള്ള സന്ദർഭം. സഹാബാക്കളൊന്നും ആരെയും കാണിക്കാൻ വേണ്ടി നമസ്കരിച്ചിരുന്നില്ല. ഒരമലും അവരാരെയും കാണിക്കാൻ വേണ്ടി ചെയ്തിരുന്നില്ല. എല്ലാം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. പകലിന്റെ വെളിച്ചത്തിലും സമൂഹ മധ്യത്തിലും എല്ലാം അവർ ചെയ്തിരുന്ന നന്മകള് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ്. മനുഷ്യരെ കാണിക്കാനോ മനുഷ്യരുടെ ഭാഗത്ത് നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള അംഗീകാരത്തിന് വേണ്ടി അവർ ചെയ്തില്ല. എന്നാലും അദ്ദേഹം പറയുന്നത്, പകലാകുമ്പോൾ ആരെങ്കിലും കാണാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത പോലുമില്ലാത്ത സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് ഒരു റക്അത്തെങ്കിലും നമസ്കരിക്കാൻ കഴിയല് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ് എന്നാണ് മഹാനായ ചില പണ്ഡിതന്മാര് പറയുന്നത്. ആർക്കെങ്കിലും ഇബാദത്ത് ചെയ്യാൻ ദൗർബല്യം എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യാൻ മടി തോന്നുന്നുണ്ടെങ്കിൽ, ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, ശരീരത്തിന് ഒരു ആരോഗ്യക്കുറവ് പോലെ തോന്നുകയാണ്, അങ്ങനെയാണല്ലോ ഒരു കാര്യം, മനസ്സുകൊണ്ട് മടിച്ചാൽ ശരീരത്തിന് തന്നെ ദൗർബല്യം അനുഭവപ്പെടും. അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ? റബ്ബുമായുള്ള രഹസ്യബന്ധം അയാൾക്കില്ല എന്നാണ്. ഇബാദത്ത് ചെയ്യാൻ ഒരാൾക്ക് മടി തോന്നുന്നുണ്ടോ? അള്ളാഹുമായുള്ള ബന്ധം, രഹസ്യ ബന്ധങ്ങൾ വേണ്ടതുപോലെ ഇല്ല. അതുപോലുള്ള ഏതെങ്കിലും നന്മകൾ ചെയ്യാൻ മനസ്സ് മടിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അള്ളാഹുവുമായി ഒരു രഹസ്യ ബന്ധം ഇല്ല എന്നതാണ്. സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നതിന്റെ ആകെ ചുരുക്കം, അള്ളാഹുവുമായി നമുക്കെല്ലാം ഒരു ബന്ധം ഉണ്ടാകണം. സമൂഹം കാണുന്ന ഒരു ബന്ധത്തിന്റെ അപ്പുറത്തേക്ക് ആരും അറിയാത്ത അതീവ രഹസ്യമായ ഒരു ബന്ധം,
അള്ളാഹുവിന്റെ തൃപ്തിയെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് എല്ലാ ദിവസവും ചെയ്തു കൂട്ടുന്ന ചില നന്മകൾ, അത് വലിയ അളവിലൊന്നും ആകണമെന്നില്ല, ചെറിയ അളവിലാണെങ്കിൽ പോലും ആ സ്വഭാവത്തിലുള്ള ഒരു നന്മ അല്ലെങ്കിൽ നന്മയുടെ ഒരു കൂട്ടം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, സദഖത്തു സിർരി, രഹസ്യമായി ചെയ്യുന്ന സദഖ, ദാനധർമ്മങ്ങൾ, തുത്ഫി ഗളബ റബ്ബി, അള്ളാഹുവിന്റെ ദേഷ്യത്തിന്റെ തീ കെടുത്താൻ ഏറ്റവും നല്ലത് രഹസ്യമായി ചെയ്യുന്ന സദഖയാണ്. പൂർവികരായ മഹത്തുക്കളെ പൊതു സ്വഭാവത്തെ സംബന്ധിച്ച് ചരിത്രകാരനായ ഇമാം ദഹബി എഴുതുന്നുണ്ട്, കാനു യസ്തഹിബൂന അൻ യകൂന ലിർറജുലി ഖബീഅത്ത്. പൂർവഗാമികളായ എല്ലാ മഹത്തുക്കളും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, രഹസ്യമായ എന്തെങ്കിലും നന്മകൾ, മിൻ അമലിൻ സാലിഹിൻ ലാ തഅലമു ബിഹി സൗജതുഹു വലാ ഗൈറുഹ, സ്വന്തം ഭാര്യ പോലും അറിയാത്തൊരു നന്മ എന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് നമ്മുടെ പൂർവികരെല്ലാം ആഗ്രഹിച്ചിരുന്നു. അവരുടെ ഒരു പൊതു സ്വഭാവമായിരുന്നു അത് എന്ന് ഇമാം ദഹബി. സ്വന്തം ഭാര്യ പോലും എന്നല്ല, ഒരാളും അറിയാതെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു നന്മ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹുവും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ചില സാധനങ്ങൾ. നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച നന്മകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലാഹുവും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറതി അഅ്യുനി ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ലാ തഅലമു നഫ്സുൻ, ഒരു മനുഷ്യനും അറിയില്ല, ഒരാൾക്കും അറിയില്ല, മാ ഉഖ്ഫിയ ലഹും, അവർക്ക് വേണ്ടി എന്താണ് അല്ലാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന്. മിൻ ഖുർറതി അഅ്യുൻ, കാണുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകുന്ന പ്രതിഫലങ്ങളുടെ കൂമ്പാരങ്ങൾ അല്ലാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, ആരെയും അറിയിക്കാതെ. മാലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വമാ ഖതറ അലാ ഖൽബി ബശർ. ഒരു മനുഷ്യന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു തആല ഒളിപ്പിച്ചു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ചെവി കണ്ടുപോലും കേട്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു തആല ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്ന് മാത്രമാണോ, വമാ ഖതറ അലാ ഖൽബി ബശർ, പരിധികളില്ലാതെ അതിരുകളില്ലാതെ സഞ്ചരിക്കുന്ന സാധനമാണ് മനുഷ്യ മനസ്സ്. മനുഷ്യ മനസ്സുപോലെ അതിവേഗത്തിൽ അതിദൂരം സഞ്ചരിക്കുന്ന ഒരു സംഗതി ലോകത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അങ്ങനെയുള്ള വലിയ സങ്കല്പങ്ങൾ കൊണ്ട് നടക്കുന്ന മനുഷ്യന്റെ സങ്കല്പത്തിൽ പോലും എത്താത്ത സുഖങ്ങളുടെ, സൗകര്യങ്ങളുടെ ഒരു കേന്ദ്രമാണ് സ്വർഗം. അങ്ങനെയുള്ളത് അല്ലാഹു തആല ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറതി അഅ്യുൻ, കണ്ണുകൊണ്ട് നിറയെ കാണാൻ കഴിയുന്ന, വളരെ നന്നായി ആസ്വദിക്കാൻ കഴിയുന്ന അനുഗ്രഹങ്ങളുടെ കൂട്ടങ്ങൾ അല്ലാഹു ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നന്മകളെ ഒളിപ്പിച്ചു വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്ന ഉത്തരം പറയുന്ന ഒരു ഹദീസ് ഉണ്ട്, ദീർഘമായ ഹദീസ്. അതിൽ ചോദിക്കുന്നുണ്ട്, മൽ ഇഹ്സാൻ, എന്താണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ നന്മയുടെ പൂർണ്ണത എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹുവിനെ ആരാധിക്കുമ്പോൾ കഅന്നക തറാഹു, അല്ലാഹുവിനെ കാണുന്നുണ്ട് നീ എന്ന നിലയിൽ ആരാധിക്കണം. നിന്റെ ഇബാദത്തുകളെല്ലാം അങ്ങനെ ആയിരിക്കണം. ലോകത്ത് ആരും കാണുന്നില്ല, എന്നാൽ ഞാൻ ഈ ഇബാദത്ത് അർപ്പിക്കുന്നത് ആർക്ക് വേണ്ടിയാണോ അവൻ കാണുന്നുണ്ട്. അത് ഏത് രഹസ്യത്തിലും കാണുന്നുണ്ട്, ഏത് ഇരുട്ടിലും കാണുന്നുണ്ട്. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ നിന്റെ ഇബാദത്തുകൾ അർപ്പിക്കുക. ഫഇൻ ലം തകുൻ തറാഹു, നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിൽ പോലും ഫഇന്നഹു യറാക, അല്ലാഹുവിന്റെ നിരീക്ഷണത്തിലാണ് നീ. ആ ഒരു ബോധ്യത്തിലായിരിക്കണം ഇബാദത്തുകൾ അർപ്പിക്കേണ്ടതെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നിടത്തും, ഒരു മനുഷ്യന് അല്ലാഹുവുമായുള്ള ബന്ധം എങ്ങനെ നിരന്തരമായി നിലനിർത്തണമെന്നും അത് എത്രത്തോളം ഗാഢമായ അളവിലായിരിക്കണമെന്നും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിലാക്കേണ്ടുന്ന അടിസ്ഥാനപരമായ കാര്യം, നമ്മളെ നന്മകൾ ചെയ്യാൻ അനുവദിക്കാത്ത ഒരാളാണ് ശൈത്താൻ. ഒരു മനുഷ്യൻ നന്നാകുന്നത് കണ്ടുകൂടാത്ത ഒരാൾ, അതുകൊണ്ട് തന്നെ നന്മകൾ ചെയ്യാൻ അനുവദിക്കില്ല. ഇനി ഒരു മനുഷ്യൻ അയാളുടെ പിടുത്തത്തിൽ നിന്നും കുതറി നന്മകൾ ചെയ്താൽ ആ നന്മയെ നശിപ്പിക്കാൻ
അയാളുടെ കയ്യിൽ ഒരുപാട് മാർഗങ്ങളുണ്ട്. മനസ്സിന്റെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോകും പല നന്മകളും. മനുഷ്യന് കാണണമെന്നുള്ള ആഗ്രഹം വന്നു പോകും. അതുപോലെ റിയാദ് പോലെ മനുഷ്യന്റെ ഇടയിൽ, മറ്റുള്ളവരുടെ ഇടയിൽ പ്രസിദ്ധിയും അംഗീകാരവും ഉണ്ടാകണം. ഈ ഒരു കാര്യം ഞാൻ ചെയ്തു കഴിയുമ്പോഴേക്ക് ഞാൻ ഈ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യനാവും, എനിക്കൊരു അംഗീകാരവും പേരും മതിപ്പൊക്കെ ഉണ്ടാകും. ഇങ്ങനെയുള്ള ദുർവിചാരങ്ങളെ കൊണ്ട് നമ്മുടെ നന്മകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരു ഭാഗത്ത് നന്മയെ ചെയ്യാൻ അനുവദിക്കാതെ നമ്മെ തിന്മയിലേക്ക് തന്നെ വലിച്ചുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് നന്മ ചെയ്യാൻ വേണ്ടി നാം ശ്രമിക്കുമ്പോൾ, അതിനുവേണ്ടിയുള്ള മാർഗത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അവിടെയും നമ്മളുടെ ചിന്തകളെ മറ്റു വഴിയിലേക്ക് തിരിച്ചുവിട്ട് സമൂഹത്തിന്റെ ഇടയിലുള്ള അംഗീകാരത്തിന് വേണ്ടി നമ്മളെ കൊണ്ട് നന്മകൾ ചെയ്യിപ്പിക്കുന്നു. ഈ തരത്തിൽ ശൈത്താന്റെ ഇടപെടലുകളിൽ നിന്നും ഏറ്റവും സുരക്ഷിതമായി നിർവഹിക്കാൻ കഴിയുന്ന ഒരു നന്മയാണ് നാമും റബ്ബും മാത്രം അറിയുന്ന നന്മ. വേറെ ആരുമില്ലാത്ത സ്ഥലങ്ങളിൽ, ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത മാർഗങ്ങളിലൂടെ നാം നമ്മുടെ ജീവിതത്തിൽ നിത്യമായി നിരന്തരമായി ചെറുതെങ്കിലും നന്മകൾ നിലനിർത്തിക്കൊണ്ടുപോയാൽ അതിനകത്ത് ഒരു തരത്തിലുള്ള പുഴുക്കുത്തും ബാധിക്കില്ല. അതിനെ ദുർബലപ്പെടുത്താൻ ഒരു ദുർബോധനങ്ങൾക്കും കഴിയില്ല. എല്ലാ ദുർബോധനങ്ങളെയും അതിജീവിക്കാൻ ശേഷിയുള്ള നന്മകളായിരിക്കും അത്. അതുകൊണ്ട് നിങ്ങളുടെ അപകടഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഉപകരിക്കുക അത്തരം ഏറ്റവും നന്മ നിറഞ്ഞ നിലവാരവും മൂല്യവുമുള്ള നന്മകളായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിലെ തിന്മകൾ, രഹസ്യമായ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ സ്വാഭാവികമായി വന്നു പോകുന്നത് പോലെ ബോധപൂർവം രഹസ്യമായ നന്മകളും നിങ്ങൾ ചെയ്തു കൂട്ടണമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉപദേശിക്കുന്നത്. മഹാനായ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു നമ്മെ ഉപദേശിക്കുന്നത്.